സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നിരാകാരമായ ബ്രഹ്മം മോക്ഷത്തെ നൽകുവാനായിട്ട് സാകാര രൂപം പൂണ്ട് ഇരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പനായിട്ടിരിക്കുന്ന ആ ഗുരുഭവനപുരേശനെ കാണുവാനായിട്ട് ഭാഗ്യം കിട്ടുന്നവരെല്ലാം ഹന്തഭാഗ്യം ജനാന, ആ ഒരു ദർശനം കിട്ടുന്നവർ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് മേൽപ്പത്തൂർ എഴുതിയിട്ടുണ്ട്. ആ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ച് മോക്ഷത്തെ പറ്റിയല്ലാതെ മറ്റെന്തിനെ പറ്റിയാണ് സംസാരിക്കുക? മുക്തിയെ പറ്റിയല്ലാതെ. തൻ്റെ ഭക്തർക്ക് മുക്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് പല വിധത്തിലുള്ള അനുഭവങ്ങൾ നൽകിക്കൊണ്ട് ഭഗവാൻ അവരെ തന്നോട് തന്നെ ചേർക്കുന്നു. ചിലപ്പോൾ അതൊരു ദുഃഖകരമായ അനുഭവമായിരിക്കാം. പക്ഷേ ആ ഒരു അനുഭവത്തിലൂടെ ഭഗവാൻ ഈ ഒരു ജീവിതത്തിൻ്റെ നശ്വരതയെ പറ്റിയും ഭഗവാൻ മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഭഗവാന്റെ പല ഭക്തരുടെയും ജീവിതകഥ ഇതിനുദാഹരണമാണ്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ നൽകി അനശ്വരമായ കഥകളിലൂടെ ജീവിക്കുന്ന കുറൂരമ്മ, പൂന്താനം, വില്ലുമംഗലം ഇങ്ങനെയുള്ളവരുടെയൊക്കെ ജീവിത കഥകൾ തന്നെ ഭഗവാൻ നടത്തിയ ഒരു ലീലയല്ലേ? ആ ഭക്തിയിലൂടെ എത്രത്തോളം ഉയരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് ഭഗവാൻ ഇങ്ങനത്തെ ലീലകളിലൂടെയാണ്. ഈ കൊടിയേറ്റിന് ഗുരുവായൂരപ്പന് പോയി കാണുവാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഗുരുവായൂരപ്പൻ്റെ ദർശന ഭാഗ്യത്തോടൊപ്പം തന്നെ ഗുരുവിൻ്റെ ദർശന ഭാഗ്യവും എനിക്ക് ലഭിച്ചു. അങ്ങനെ ഒരു ഇരട്ടി ഭാഗ്യമാണ് ലഭിച്ചത്. അപ്രതീക്ഷിതമായിട്ട് ഗുരുവായൂരിൽ വെച്ച ഗുരുവിനെ കണ്ടപ്പോൾ ആ സംസാരത്തിനിടയിലുണ്ടായ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് കരുതിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ച് മുക്തിയെ പറ്റിയല്ലാതെ മറ്റെന്തിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാൻ സാധിക്കുക? ഭഗവാന്റെ ഭക്തിയിലൂടെ മുക്തി നേടിയ ഒരുപാട് പേരെ നമുക്കറിയാം. കർമ്മയോഗത്തിലൂടെ, ജ്ഞാനയോഗത്തിലൂടെ എല്ലാം ഭഗവാനിലേക്ക് എത്തിച്ചേർന്ന മഹാത്മാക്കളെ പറ്റി നമുക്ക് അറിയാം. അതിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാൾ മാത്രമാണ് എന്നെ അറിയുവാൻ വേണ്ടി പ്രയത്നിക്കുന്നത് ആത്മാർത്ഥമായിട്ട്. അതായത് എന്നെ കിട്ടുവാൻ വേണ്ടി മാത്രം പ്രയത്നിക്കുന്ന ആ ഒരു ജ്ഞാനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന്. എങ്കിലും ഏതൊരു വിധത്തിലാണെങ്കിലും എന്നെ ശരണം പ്രാപിക്കുന്നവരെ ഞാൻ കൈവിടുകയില്ല എന്നും ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഭഗവാന്റെ ആ ഒരു ഭക്തി ഏറ്റവും സരളവും എളുപ്പവുമായിട്ടുള്ളൊരു കാര്യമാണ് ഭക്തി. കലിയുഗത്തിലാകട്ടെ നാമസ്മരണമാണ് ഏറ്റവും അധികം ശുപാർശ ചെയ്തിട്ടുള്ള ഗുരുക്കന്മാർ. കാരണം കലിയുഗം എന്ന് പറയുന്നത് അങ്ങനത്തെയാണ്. ഇപ്പോൾ ഘോര കലിയുഗം നടക്കുകയാണ്. നമുക്കറിയാം, ഡിസ്ട്രാക്ഷൻസ് ഒരുപാടാണ്. ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ നമുക്ക് തന്നെ അറിയാം, ഒരു മണിക്കൂർ ഒരു മൊബൈൽ എടുത്ത് കൈ പിടിച്ചാൽ നിസ്സാരമായിട്ട് പോകും. എന്നാൽ ഒരു 15 മിനിറ്റ് ഇരുന്ന് നമുക്ക് നാമം ജപിക്കാനോ ധ്യാനിക്കാനോ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഒരു മൊബൈൽ എടുത്ത് കൈ പിടിച്ചാൽ നമ്മൾ എന്തെങ്കിലും നോക്കാനായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ എന്തെങ്കിലും കാര്യം നോക്കാനായിരിക്കും. അപ്പോൾ പക്ഷേ ആ മൊബൈലിൽ വാട്സാപ്പ്, ഫേസ്ബുക്ക്, പിന്നെ ട്വിറ്റർ, അങ്ങനെ പലതരത്തിലുള്ള ആപ്പുകൾ കിടക്കുകയാണ്. അപ്പോൾ ഓരോന്നിലും നോക്കി നോക്കി നമ്മൾ 15 മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ 1 മണിക്കൂറായി പോയെന്നിരിക്കും, ചിലപ്പോൾ 2 മണിക്കൂറായെന്നിരിക്കും. ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ യൂത്തായിട്ടുള്ള ആൾക്കാരൊക്കെ മണിക്കൂറുകളോളം ഈ മൊബൈൽ വെച്ചിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നാമസ്മരണം എന്നുള്ളത് ഏറ്റവും ലളിതമായ ഒരു സാധനയാണെങ്കിൽ അതുപോലും കലിയുഗത്തിൽ സാധിക്കില്ല എന്നുള്ളതാണ് ഗുരുക്കന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും എളുപ്പമുള്ള ഒരു സാധന കലിയുഗത്തിൽ തന്നിരിക്കുന്നത്. എങ്കിൽ ഈ സാധന ചെയ്യുന്നവർക്ക് പോലും എന്തുകൊണ്ട് ആ ഒരു മുക്തിയിലേക്ക് അത്ര എളുപ്പത്തിൽ അടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം. നാമസ്മരണം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമായ കാര്യമാണ്. പക്ഷെ മനസ്സ് എവിടെയാണ്? നമ്മൾ നാമം ജപിക്കുമ്പോൾ മനസ്സ് ആ നാമത്തിനോടൊപ്പമാണോ? ഭഗവാൻ മനസ്സർപ്പിച്ചിട്ടാണോ നമ്മൾ നാമം ജപിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട് മുക്തിക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ പല വിധത്തിലുള്ള കർമ്മങ്ങൾ പല ജന്മങ്ങളിൽ ചെയ്തിട്ടാണ് ഈ മനുഷ്യരൂപം എടുക്കുന്നത്. നമ്മളുടെ പുരാണങ്ങളനുസരിച്ചിട്ട്
മൃഗങ്ങളായി, പശുക്കളായി, പക്ഷികളായിട്ടൊക്കെ ജനിച്ചതിന് ശേഷമാണ് നമ്മൾക്കൊരു മനുഷ്യരൂപം കിട്ടുന്നത്. അത് പുണ്യപാപങ്ങൾ സമമായിട്ട് വരുമ്പോഴാണ് ഒരു സാധാരണ മനുഷ്യ ജന്മം കിട്ടുന്നത്. ഗുരുക്കന്മാരുടെ കാര്യം വ്യത്യസ്തമാണ്. അവർ മറ്റുള്ളവർക്ക് മുക്തി നൽകുവാൻ വേണ്ടിയിട്ട് മനുഷ്യരൂപം എടുത്തു വരുന്നവരാണ്. പക്ഷേ സാധാരണ മനുഷ്യരുടെ കാര്യം അങ്ങനെയല്ല. പുണ്യവും പാപവും സമമായി നിൽക്കുമ്പോഴാണ് നമുക്ക് മനുഷ്യരൂപം കിട്ടുന്നത് എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ ഈ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ, ആ കർമ്മവാസനകൾ നമ്മോടൊപ്പം പോന്നിട്ടുണ്ടാവും. ശരീരം മാത്രമേ മാറുന്നുള്ളൂ. നമ്മളിപ്പോൾ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറുന്നു. മുഷിഞ്ഞ ഡ്രസ്സ് അഴിച്ചിട്ടിട്ട് നമ്മൾ വേറെ ഡ്രസ്സ് എടുത്തിട്ട് വന്നാലും നമ്മൾ വേറെ ആളല്ലല്ലോ. നമ്മളുടെ അതുവരെയുള്ള ചിന്തകൾ, ആ ഡ്രസ്സ് മാറ്റുന്നതിന് തൊട്ട് മുമ്പുള്ള ആൾ തന്നെയാണ് ഇപ്പുറത്തും നിൽക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ശരീരം ഉപേക്ഷിക്കുന്നത്. അത് തന്നെയാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. ജീർണ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് പുതിയൊരു വസ്ത്രമാണ് ആത്മാവ് എടുത്തിടുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു ഡ്രസ്സ് മാറുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മൾ മാറിയെന്ന് പറയാൻ പറ്റും? അതുകൊണ്ട് തന്നെ പൂർവ്വജന്മത്തിലെ എല്ലാ വാസനകളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഓർമ്മയില്ല എന്നുള്ളത് നമുക്കിപ്പോഴത്തെ ആ ഒരു ജന്മത്തിലുള്ള ഓർമ്മകളും ബന്ധങ്ങളും തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഈ കടന്നു പോകുന്ന എല്ലാ ജന്മങ്ങളിലെയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അതുകൊണ്ടാണ് നമുക്ക് ആ ഓർമ്മ മറച്ചു വെച്ചിരിക്കുന്നത് ഭഗവാൻ. അപ്പോൾ ഈ ഒരു കർമ്മവാസന കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വളരെ ഡീപ്പായിട്ട് നമ്മുടെ ആത്മാവിനെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളാണ് ഫിയർ, ആങ്കർ, നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ആത്മാവിൽ ഇംപ്രിൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവസരം വരുമ്പോൾ വീണ്ടും അത് മുളച്ചു വരും. അപ്പോൾ അതിനെ നമ്മൾ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനകൾക്ക് ഒരു പരിധിവരെ നമ്മെ സഹായിക്കാൻ കഴിയും. ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് കയറുമ്പോൾ ഇതെല്ലാം കൂടെ പെട്ടെന്ന് പുറത്തേക്ക് വരും. അത് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈ സ്പിരിച്വൽ സാധനകളെല്ലാം നമ്മെ സഹായിക്കുക. നാമജപം, മെഡിറ്റേഷൻ, യോഗ എല്ലാം നമ്മളെ സഹായിക്കുന്നത് അതിനാണ്. പക്ഷെ എന്നിരുന്നാലും പലപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ ചിന്തകളിലൂടെ, പ്രവൃത്തികളിലൂടെ എല്ലാം കർമ്മം വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു വശത്തെ കൂടെ ക്ലീനിങ് നടക്കുമ്പോൾ മറുവശത്തെ കൂടെ അത് അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അയൽവാസി ഒരു ഗാർബേജ് നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടാൽ നമ്മളത് എടുത്ത് പുറത്തേക്ക് കളയും. പക്ഷേ ബന്ധുക്കളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ഈ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ ഗാർബേജ് കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മൾ അവെയർനെസ് കൂട്ടിയാൽ മാത്രമേ നമുക്കിതിനെ ഒരു പരിധി വരെ തടയാനെങ്കിലും സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഒരു സ്പിരിച്വൽ പാത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ, ഒരു സ്പിരിച്വൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു സാധന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതുവരെ അനുഭവിക്കാത്ത കുറേ പ്രശ്നങ്ങൾ നമുക്ക് വന്നെന്നിരിക്കും. അതിനുദാഹരണമായിട്ട് കൈലാസ് വിത്ത് മോഹൻജി ആദ്യത്തെ പ്രാവശ്യം അസ്ട്രാളാണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. ഞാൻ അതിന് ശേഷം എൻ്റെ ലൈഫ് ടോട്ടലി ഷിഫ്റ്റായി. ആ ഒരു ഷിഫ്റ്റിംഗ് നടക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നെങ്കിലും ദുബായിൽ നിന്ന് പറിച്ച് നടപ്പെടുകയായിരുന്നു എൻ്റെ ജീവിതം കേരളത്തിലേക്ക്. അപ്പം കൈലാസ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. നമ്മൾ ഫിസിക്കലി അവിടെ പോകുന്നത് പോലെ തന്നെ മാനസികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളത് ഉപേക്ഷിച്ചിട്ട് കൈലാസത്തിലേക്ക് പോകാൻ പറ്റുള്ളത്. കൈലാസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടുന്നത്. ശിവൻ എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ്റെ പ്രതീകമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വെയിറ്റൊന്നും കൊണ്ട് ഡിസൊല്യൂഷനിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ ഉപേക്ഷിച്ച കാര്യങ്ങളെല്ലാം, എന്നെ വിട്ടുപോയ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടത് തന്നെയായിരുന്നു എന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ആത്മീയ പാതയിൽ വലിയ പ്രാധാന്യമില്ല. അപ്പോൾ അതിനോടുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റ് നമുക്ക് ആവശ്യമാണ്. ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് നമുക്ക് മനസ്സിലായവർക്ക്, ആ ഒരു ചൂട് സഹിക്കാനുള്ളൊരു കപ്പാസിറ്റി ഗുരുവിൻ്റെ ഗ്രേസ് കൊണ്ട് കിട്ടിയിട്ടുള്ളവർക്ക് ഈ പാതയിലൂടെ തുടർന്ന് പോകുവാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാത്തവർക്ക് ഈ പാത വിട്ടു പോകേണ്ടിയും വന്നിട്ടുണ്ട്. കാരണം ശിവൻ്റെ പാത അത്ര ശക്തമാണ്. അപ്പോൾ ഒരു സ്പിരിച്വൽ പാതയിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് തീരെ പ്രതീക്ഷിക്കാത്ത കുറേ അനുഭവങ്ങൾ വരും. അത് കുറേ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സ്പിരിച്വൽ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അതൊരു ക്ലെൻസിങ് ആയിരിക്കാം, ഒരു സാധനയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ആയിരിക്കാം. നമുക്ക് പോലും അറിയാത്ത കുറേ പ്രശ്നങ്ങൾ, കുറേ തടസ്സങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ അവെയർനെസ്സിലൂടെ നമുക്കതിനെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ ഇമോഷണലി ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ, ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളായാലും നമ്മൾക്കറിയാം, നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു വെച്ച് ഏതൊക്കെ തരം ന്യൂസുകളാണ് വരുന്നതെന്ന്. അതിൽ നെഗറ്റീവ് ന്യൂസിനാണ് എപ്പോഴും പ്രാധാന്യം. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നെഗറ്റീവായിട്ടുള്ള ടൈറ്റിലുകളാണ് വീഡിയോകൾക്കാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എന്തിനും കൊടുക്കുന്ന നെഗറ്റീവ് ടൈറ്റിലുകളാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആൾക്കാർ എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നു?
അത് തന്നെയാണ് ഇവർ ഈ ഒരു വീഡിയോ വൈറലാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് വൈറലാവാനൊക്കെ ആയിട്ട് നെഗറ്റീവ് ടൈറ്റിലുകളാണ് ഉപയോഗിക്കുന്നത്. കാരണം അതാണ് കൂടുതൽ വിറ്റ് പോകുന്നത്. കലിയുഗമാണ് ഇത്, നെഗറ്റിവിറ്റിക്കാണ്. പക്ഷേ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഈ ഭാരം മുഴുവൻ ചുമന്നുകൊണ്ട് നമുക്ക് ഡിസൊല്യൂഷൻ്റെ പാതയിലൂടെ മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളൊരു സ്പിരിച്വൽ ക്ലെൻസിങ് നടത്തുമ്പോൾ ഇത് എൻ്റേതല്ലല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വരും. കാരണം നമ്മൾ പുനർജന്മം എടുക്കുന്നത് നമ്മുടെ അൺഫുൾഫിൽഡ് ആയിട്ടുള്ള ഡിസയേഴ്സ് ഫുൾഫിൽ ചെയ്യാനാണെന്നറിയാം. ഭാരതീയ സംസ്കാരത്തിൽ ഈ പുനർജന്മം എന്ന് പറയുന്നത് വളരെ പഴയ ഒരു അറിവാണ്. അത് പുതിയ കാര്യമല്ല ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് പണ്ട് മുതലേ അറിയാം, ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ട് പോയാൽ തിരികെ വന്ന് ആഗ്രഹങ്ങൾ സാധിക്കേണ്ടി വരും. പക്ഷേ പലപ്പോഴും ഈ ക്ലെൻസിങ് നടക്കുമ്പോൾ ഇങ്ങനൊരു ആഗ്രഹം എനിക്കില്ലല്ലോ, ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ അത്ഭുതപ്പെടും. ഇതൊരു ആവശ്യമില്ലാതെ അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ നമ്മളെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. അത് പലപ്പോഴും നമ്മൾ ഇമോഷണലി കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും കാര്യങ്ങളെ വളരെ ഇമോഷണലായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അവയർനെസ് കൂടി വരും തോറും നമുക്ക് ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് വരികയാണെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഏതൊക്കെയാണ് വേണ്ടാത്ത കാര്യങ്ങളെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇടപെടുന്ന ആൾക്കാർ ഏത് തരത്തിലുള്ളതാണെന്ന് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കും. ഭക്തി ഉണ്ടാകുവാൻ എന്ത് വേണം കൃഷ്ണ എന്ന് ചോദിക്കുമ്പോൾ സജ്ജന സംഘം കൊണ്ടേ സാധിക്കൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതാണ് സജ്ജന സംഘത്തിൻ്റെ ഒരു പ്രാധാന്യം. സജ്ജന സംഘം കൊണ്ട് എപ്പോഴും നമ്മളിലേക്ക് നല്ല തോട്ട്സാണ് വരിക, നല്ല തോട്ട് വേവ്സ് ആ ഒരു നമ്മളിലേക്ക് എത്തുന്നത്. കാരണം ഇപ്പോൾ ഒരു ഗുരുവിൻ്റെ ശിഷ്യരെന്നുള്ള നിലയിൽ നമുക്ക് പലപ്പോഴും അറിയാം. എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറയുകയാണ്, ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗുരുവിന് ചില പ്രോസസ്സ്, ഒരു റിട്രീറ്റ് നടക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചില സ്ട്രോങ് തോട്ട്സ് നമുക്ക് വരും. ആദ്യകാലത്തെല്ലാം ഞാനത് ഗുരുവിനെ എഴുതുമായിരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ഒരു പർട്ടിക്കുലർ ഡേറ്റിയുടെ തോട്ട്സ് വരികയാണ്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഗുരു ആ ഒരു ഡേറ്റിയുടെ ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ആദ്യകാലത്തൊന്നും ഈ ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഇതെന്തുകൊണ്ട് ഞാൻ ഒരു തോട്ട് വന്നു, അത് എഴുതി, അത് കഴിഞ്ഞ് റിട്രീറ്റ് എല്ലാം കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഷെയറിങ് വരുമ്പോൾ എക്സാക്ട്ലി അതേ വേർഡ്സ്, അതേ സെൻറ്റൻസ്, അതേ തോട്ട്സ് വേറൊരു ഡിവോട്ടി എഴുതിയിരിക്കുന്നത് കാണാം. ഇതെങ്ങനെ എൻ്റെ തോട്ട്സ് അവർക്ക് ലഭിച്ചു, എൻ്റെ ഫേസ്ബുക്ക് ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ പതുക്കെ ഇങ്ങനെ അയക്കാതെ ആയി തുടങ്ങി. അപ്പോഴും സെയിം തോട്ട് പ്രോസസ്സ് മറ്റു ചിലർക്ക് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കോൺഷ്യസ്നെസ് ലെവലിൽ കണക്റ്റഡ് ആണ്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു തോട്ട് പ്രോസസ്സ് എല്ലാവരിലേക്കും എത്തും. അപ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ് ലെവലിൽ നമ്മളെല്ലാവരും കണക്റ്റഡ് ആണെങ്കിലും ഓരോരുത്തരും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്ക് ആവശ്യമുള്ള സാധനങ്ങളും വ്യത്യസ്തമാണ്. പക്ഷേ ആ വൺനെസ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ട് താനും. എന്ന് വെച്ചിട്ട് നമ്മൾ വേറൊരാളാവാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ യുണീക്കാണ്, നമ്മളുടെ ഡ്യൂട്ടീസ് യുണീക്കാണ്. വേറൊരാൾ നമ്മളെ ഇന്ന ആളാണെന്ന് പറഞ്ഞു തന്നാൽ നമ്മളത് അംഗീകരിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളെന്താണ് എന്നുള്ളത് നമ്മൾ എൻക്വയറി ചെയ്ത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. കാരണം പല ലെവലിൽ നമ്മൾ പലരുമായിട്ട് കണക്റ്റഡ് ആവും. ഒരു സ്പിരിച്വൽ പാത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പല ഡൈമെൻഷൻസിൽ നമ്മൾ കണക്റ്റഡ് ആവും. അത് ആദ്യകാലത്ത് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിലും ചില സ്ട്രോങ് എക്സ്പീരിയൻസ് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒരു ഇൻ്റർനെറ്റിൻ്റെ ഒരു സാന്നിധ്യം ഒരു ഗുരുവിൻ്റെ ഡിസൈപ്പിൾസിലുണ്ട്. ഒരു ഗുരുവിൻ്റെ ഡിസൈപ്പിൾസിൽ മാത്രമല്ല പല ഗുരുക്കന്മാർക്കിടയിലും ആ ഒരു കണക്ഷനുണ്ട് എന്നുള്ളത് അങ്ങനെ സ്പിരിച്വൽ പാതയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഒരേ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്ത് വച്ചിരിക്കുകയാണ് നമ്മുടെ റേഡിയോ. നമ്മൾ ഏത് ഫ്രീക്വൻസിയിൽ നമ്മുടെ റേഡിയോ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നോ ആ തോട്ട്സാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ലോവർ ലെവലിൽ ഈ സ്പിരിച്വാലിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഒരു കാര്യത്തെ കാണുന്ന രീതി വ്യത്യാസമാകുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ കാണുന്ന രീതികൾ വ്യത്യാസമാകുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മുടെ ഫ്രീക്വൻസി വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒരു ഗുരുവിനോട് കണക്റ്റഡ് ആകുമ്പോൾ എല്ലാവരും ആ ഒരു ഫ്രീക്വൻസിയിൽ റേഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു തോട്ട് എല്ലാവരും പിക്ക് ചെയ്യും. ആ രീതിയിലാണ് ഈ ഒരു ഇൻ്റർ കണക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ചില തോട്ട്സ് നമ്മുടേതല്ല എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത തോട്ട്സ് വരുമ്പോൾ അതിനെ പുറത്തേക്ക് കളയാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്.
അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനമാണ്. നമ്മുടെ തോട്ട്സ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നെഗറ്റീവായിട്ടുള്ളതാണെങ്കിൽ അപ്പോൾ തന്നെ അത് ഡിസ്കാർഡ് ചെയ്ത് കളയുക. അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല, അത് പുറത്തേക്ക് കളയുക. കാരണം ഈ അന്തരീക്ഷത്തിൽ പലതരം തോട്ട്സ് ഉണ്ട്. അതിൽ നമ്മൾ ഏത് തോട്ട്സാണ് പോസിറ്റീവായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് എപ്പോഴും അവെയറായിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യമാണ് മോഹൻജി വളരെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഇൻ്റർനെറ്റും കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ ഒരുപാട് തോട്ട്സ് ഫിസിക്കൽ ലെവലിലും നോൺ ഫിസിക്കൽ ലെവലിലും ഒക്കെ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പരിധിവരെ മന്ത്രജപം നമുക്കൊരു പ്രൊട്ടക്ഷൻ തരും. കാരണം മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ മനസ്സ് ആ ഒരു മന്ത്രത്തിൽ ഉറപ്പിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിൽ ഉറപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ മറ്റൊരു തോട്ടിന് കടന്നു വരാൻ പറ്റില്ല. ആ ഒരു മന്ത്രം നമുക്കൊരു കവചം പോലെ നിലനിൽക്കുകയാണ്. അത് ഫിസിക്കൽ ലെവലിലും മെൻ്റൽ ലെവലിലും നമുക്കത് ഒരു കവചം, ഹയർ ലെവലിൽ നമുക്ക് ആ ഒരു കവചം നൽകുന്നുണ്ട് ആ ഒരു മന്ത്രം. ഈ മന്ത്രത്തിന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ ഞാൻ നേരത്തെ ഒരു ആചാര്യ ഷെയർ ചെയ്തത് നിങ്ങളോട് ഷെയർ ചെയ്യാം. ആ കഥ ഇങ്ങനെയാണ്. ഡൽഹിയിൽ 2 പെൺകുട്ടികൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് രാത്രി വൈകിട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ രാത്രി വൈകിട്ട് 2 പേരും കൂടെ ഒരുമിച്ചിട്ടാണ് പോവുക. 2 പേരും ഒരു ജംഗ്ഷൻ എത്തുമ്പോൾ 2 ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു പോകും. ഒരു ദിവസം അവർ നോക്കിയപ്പോൾ പരിചയമില്ലാത്ത ഒരു 4-5 ആണുങ്ങൾ അവരെ പിന്തുടരുന്നത് കണ്ടു. അവർ ഭയന്ന് വേഗം നടന്നു. പക്ഷെ അവർക്ക് അവരുടെ വീട്ടിലേക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അവർ ജംഗ്ഷൻ എത്തിയപ്പോൾ 2 പേര് 2 വശങ്ങളിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ അതിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ട് കിടക്കുന്നത് അവർ കണ്ടു. അപ്പോൾ മറ്റേ പെൺകുട്ടി പ്രതികളെ ഏകദേശം മോഹമുണ്ട്, ഇങ്ങനെ കുറച്ച് പേര് പിന്തുടരുന്നുണ്ടായിരുന്നെന്ന് പോലീസിനോട് പറഞ്ഞു. പോലീസ് അവരെ മനസ്സിലാക്കി അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഈ പെൺകുട്ടി പോയിട്ട് അവരെ ഐഡൻറ്റിഫൈ ചെയ്തു. കേസ് കോടതിയിലെത്തി. അപ്പോൾ വക്കീൽ ആ അക്രമികളോട് ചോദിച്ചു, ഈ 2 പെൺകുട്ടികൾ നിങ്ങൾ ഒരു പെൺകുട്ടിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് അതിനെ ആക്രമിച്ചത് എന്തുകൊണ്ടാണ് മറ്റേ പെൺകുട്ടിയെ നിങ്ങൾ വെറുതെ വിട്ടതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മറ്റേ പെൺകുട്ടിയെ വെറുതെ വിട്ടതല്ല, ആ പെൺകുട്ടിയെ ഞങ്ങൾ പിന്തുടരുന്നത് ആദ്യം. പക്ഷേ പെൺകുട്ടിയുടെ കൂടെ വളരെ ബലിഷ്ഠനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു തോളത്ത് ഒരു വലിയൊരു ആയുധം ഉണ്ടായിരുന്നു, ഒരു ഗദ പോലെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അയാളെ നേരിടാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ മറ്റേ പെൺകുട്ടിയെ ആക്രമിച്ചതാണ് എന്ന്. ഇതിപ്പോൾ അപ്പം ഇങ്ങനെ കേട്ടപ്പോൾ ആ വക്കീൽ ചോദിച്ചു, നിങ്ങളുടെ കൂടെ ആരാണ് ഉണ്ടായിരുന്നതെന്ന് ഈ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകാണ്. ആ പെൺകുട്ടി ഭയന്നിട്ട്, ഈ അക്രമികൾ വരുന്നത് കണ്ട് ഭയന്നിട്ട് ഹനുമാൻ ചാലീസ ചൊല്ലിക്കൊണ്ടാണ് നടന്നത്. അപ്പോൾ ആ പെൺകുട്ടിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും അക്രമികൾ കണ്ടു ഹനുമാൻ കൂടെ നടക്കുന്നത്. ഇതുപോലെ മറ്റു ചില അനുഭവങ്ങളും പലരും പങ്കുവയ്ക്കാറുണ്ട്. അതുകൊണ്ട് ഒരു മന്ത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആവശ്യമില്ലാത്ത തോട്ട്സ് നമ്മുടെ കൂടെ വരാനായിട്ട് ഉള്ളതിനൊരു തടയിടുന്നതാണ്. പിന്നെ അവയർനെസ് ഉയർത്തി വെക്കുന്നത്. കാരണം പലപ്പോഴും നമ്മുടേതല്ലാത്ത കുറേ തോട്ട്സ് നമ്മൾ ആവശ്യമില്ലാതെ ഗാർബേജ് എടുത്ത് മനസ്സിലിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതുകൂടെ ശ്രദ്ധിക്കുക. ഒരു ഗുരുവുമായിട്ട് കണക്ട് ചെയ്യുക. ഗുരുവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഏത് ഫ്രീക്വൻസിയിലാണ്, ഗുരുക്കന്മാരുടെ ഫ്രീക്വൻസിയിലാണ് നമ്മുടെ റേഡിയോ ഓൺ ചെയ്ത് വെക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ തലയിലേക്ക് എടുത്ത് വെക്കുന്ന ആ ഒരു പ്രശ്നം നമുക്ക് കുറച്ചൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം, മുക്തിയിലേക്ക് എത്തുവാനുള്ള ഈ തടസ്സങ്ങളെ പറ്റി എപ്പോഴും അവെയറായിട്ടിരിക്കുക. ഗുരുവിൽ, ഭഗവാനിൽ എപ്പോഴും വിശ്വാസമർപ്പിച്ച്, ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അത് ഗുരുവിനും ഭഗവാനും സമർപ്പിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോവുക. അപ്പോൾ ഈ ഒരു കലിയുഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മുക്തിയിലേക്ക് എത്തുവാൻ സാധിക്കും. ഭഗവാനും ഗുരുവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.